എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഞായറാഴ്ചത്തെ കാഴ്ചകളാണ് കേട്ടോ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഡോണയാണ് കേട്ടോ എന്നെ വിളിച്ച് എണീപ്പിക്കുന്നത്. അപ്പോൾ അവൾ വന്നിട്ട് വാതിലുമ്മ വന്ന് തട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വാതിലുമ്മ വന്ന് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ മാന്തും. അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്ന് അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ ഡോണ രാവിലെ നേരത്തെ എണീക്കും. ഒരു പുലർച്ചെ അവളങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. അപ്പം നേരത്തെ എണീറ്റിട്ട് പത്രം ഒരു 5 മണിക്കൊക്കെ വരും. അപ്പോൾ അവൾ പത്രം ഇങ്ങനെ ക്യാച്ച് പിടിക്കും. പിന്നെ പാലും വരും, പാലും കുപ്പിയും അവൾ എടുത്തുകൊണ്ട് വെക്കും. അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ ക്യാച്ച് പിടിക്കുന്നതൊക്കെ. പത്രക്കാരനെയും പാലുകാരനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ ഇത്. പിന്നെ എന്നെ കാണാണ്ടായപ്പോൾ എന്നൊക്കെ വന്ന് അന്വേഷിച്ച് വിളിച്ച് പിന്നെ ഞാൻ കുറേ നേരം അവളുടെ അടുത്തൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ രാവിലെ തന്നെ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ മുമ്പൊക്കെ ഫുൾ ടൈം ഇവളുടെ കൂടെ തന്നെയായിരിക്കും. രാവിലെ തൊട്ട് രാത്രി വരെ എടുക്കണതൊക്കെ ഇവളുടെ കൂടെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ദിവസം കൂടുതലും അവളുടെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് നോക്കും. പിന്നെ ഇവളെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ ഡോണ. അപ്പോൾ ഞാൻ ഇവളെ കോവിഡ് സമയത്താണ് വാങ്ങണത്. നമ്മുടെ വീട്ടിൽ കുറേ നായകളെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. എന്നാലും പിറ്റ്ബുള്ളിനെ ആദ്യമായിട്ടാണ് വളർത്തണത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നായാന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രീഡായി മാറിയിട്ടാ ഡോണ പിറ്റ്ബുള്ള്. അങ്ങനെ അപ്പോൾ രാവിലെ ഞങ്ങൾ കടലയും പുട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചായ കുടിച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോവാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഭക്ഷണം നമുക്ക് റെഡിയാക്കി തന്ന ഇക്കയുടെ മോളുടെ കല്യാണത്തിനാണ് കേട്ടോ പോണത്. അപ്പോൾ അച്ഛനില്ല, അച്ഛന് പണി തിരക്കാണ്. അപ്പോൾ ഞാനും അമ്മയും ചേട്ടനും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ പോണത്. അങ്ങനെ എല്ലാവരെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചേച്ചിക്കും ചേട്ടനൊന്നും എത്താനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് പോണത്. ഞാൻ സ്കൂട്ടിയിലും അമ്മയും ചേട്ടനും കൂടിയിട്ട് ബൈക്കിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു 11:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇക്കയുടെ മോളുടെ കല്യാണത്തിന് പോവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇറങ്ങി. പിന്നെ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ ഡാൻസുകാരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ ആയിട്ട് കുറേ ജ്യൂസുകൾ ഉണ്ടായിരുന്നു. പൈനാപ്പിള്, പിന്നെ തണ്ണിമത്തൻ, അങ്ങനെ പല ഫ്ലേവേഴ്സ് ഉള്ളതും ഉണ്ടായിരുന്നു. ആലങ്ങാട് ബദ്ലഹേം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. ഈ വൈറ്റ് ഷർട്ട് ഇട്ടതാണ് ഇക്ക. അപ്പോൾ ഇക്ക ഭയങ്കര ടെൻഷനിലാണ്. മോളുടെ കല്യാണമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമൊക്കെ മുഖത്ത് കാണാനായിട്ട് പറ്റൂട്ടാ. പിന്നെ പരിപാടി നന്നായി നടത്തണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടീനെ ഇങ്ങനെ ഒരു പൂവിൻ്റെ പന്തലിൽ ഇങ്ങനെ ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എത്തിയത്. അങ്ങനെ അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വഴികളും ഓഡിറ്റോറിയമൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി വന്ന് കയറിയപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ പല ഇങ്ങനെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ കടാകട. സ്റ്റേജിലേക്ക് കയറും, ഇറങ്ങും, പിന്നെ അവരുടെ അടുത്ത് വർത്താനം പറയും, പരിപാടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ഇക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് അത്രയ്ക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു കല്യാണത്തിന് വരുമ്പോൾ ഫുഡിൻ്റെ കാര്യം മാത്രമല്ല ഇക്ക നോക്കിയിട്ടുണ്ടായിരുന്നു, ഓൾറൗണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം എൻ്റെ അടക്കം കല്യാണം നന്നായി നടത്താനായിട്ട് ഇക്ക വളരെയധികം ഇങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇക്കയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കല്യാണത്തിന് ശേഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷവും സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പം ഇക്ക ഭയങ്കര തിരക്കിലാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇക്കനൊക്കെ പോയി കണ്ടത്. അപ്പം ഇക്ക ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വിഷമത്തിലൊക്കെ ആയിരിക്കും, മോളുടെ കല്യാണം കഴിയല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളിങ്ങനെ വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കണതൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഓട്ടത്തിലാണ് കേട്ടോ ഇക്ക.
അപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിലും ഇക്കയുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്ക ഞങ്ങളെ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ മോളുടെ കല്യാണമാണ്, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരണം അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. എത്തിപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് പണിയുടെ കാര്യങ്ങളൊക്കെ ആയ കാരണം വരാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ ഇക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് എന്താ ഫുഡിൻ്റെ കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് കല്യാണം നടത്തിയിട്ട് അങ്ങനെ അധികം അറിവില്ലല്ലോ. അപ്പം പല കാര്യങ്ങളും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിന് അത്രയ്ക്ക് ഉറപ്പാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യം നോക്കണ്ട, ഫുഡ് ഞാൻ എന്താണെങ്കിലും കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പല ആളുകളും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിന് നോൺ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കയാണ് എല്ലാ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് വന്ന് അപ്പോൾ ഇക്ക ഞങ്ങളെ കണ്ട് അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ മാർക്കൊക്കെ കിട്ടിയ കുട്ടികളെ ഇങ്ങനെ ആദരിക്കണ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയിക്കായിരുന്നു. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാജനാണ് ഈ പരിപാടിക്ക് വരണത്. അങ്ങനെ അപ്പോൾ കുട്ടികളുടെ ഡാൻസും അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫുൾ A+ഉം പിന്നെ അത്യാവശ്യം മാർക്ക് കിട്ടിയ +1 +2 SSLC പാസ്സായ ആൾക്കാർക്കൊക്കെ സമ്മാനമുണ്ട്. പിന്നെ എൻ്റെ മാമനാണ് കേട്ടോ അതോടെ നടന്നു പോണത്. അപ്പം മാമൻ ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറി. അപ്പം മാമനും ഒരു സമ്മാനമുണ്ട്. സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഫിലിമിലൊക്കെ വരണത്. അപ്പം മാമൻ അരിക് എന്ന് പേരായിട്ടുള്ള സിനിമയിലാണ് അഭിനയിച്ചേക്കണത്. അപ്പം മാമൻ കുറേ വർഷങ്ങളായിട്ട് മാമൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണം. അങ്ങനെ പല ഷോർട്ട് ഫിലിമിലൊക്കെ മാമൻ ഇങ്ങനെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മാമനും ഇങ്ങനെ ഒരു ആദരവ് ചെറിയൊരു മൊമെൻ്റൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സമ്മാനമൊക്കെ കൊടുക്കണ ഇത്. അപ്പം ഞങ്ങളും ഈ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ഇങ്ങനെ സന്തോഷമൊക്കെ ആയി നമ്മുടെ മാമനിങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയത് കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ മാമനും ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നെ അമ്മായിയും എല്ലാവരും, അമ്മാമ്മ ഉണ്ടായിരുന്നില്ല, അമ്മാമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അമ്മായിയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മായി മാമൻ്റെ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കണ്ടേ. ഇതാണ് കേട്ടോ കിട്ടിയ ട്രോഫി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഡോണയുടെ കൂടെ ഒക്കെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പം അമ്മ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഡോണയുടെ കാര്യങ്ങളും പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡോണ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇപ്പം ഞായറാഴ്ച കാരണം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ സിൽക്കി. അപ്പോൾ സിൽക്കി അത്യാവശ്യം പ്രായമായതാണ്. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ ഇന്ന് ഞായറാഴ്ച കാരണം ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അത് കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മൂത്തി പോലെയൊക്കെ ഉണ്ടാക്കി അത് കുടിച്ചു. പിന്നെ ചോറൊക്കെ ഉണ്ടു. പിന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.